നമസ്കാരം. പെണ്ണില്ലം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വമഹാകവിയായിരുന്നു കാളിദാസൻ. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പേര് KS ജയലക്ഷ്മി, ഏറ്റുമാനൂർ. കാളിദാസൻ്റെ ജീവിത കാലഘട്ടം ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിനും ക്രിസ്തുവിന് പിൻപ് 6-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിയിലാണ് അദ്ദേഹം ജനിച്ചതെന്നും ചരിത്രകാരന്മാർ പറയുന്നു. കാളിദേവി നാവിൻ തുമ്പിൽ ശൂലാഗ്രം കൊണ്ട് വിദ്യാമന്ത്രം എഴുതിയതിനാലും ദർശന സൗഭാഗ്യത്താലും കാളിദാസനെ ബാധിച്ചിരുന്ന ശാപം വിട്ടൊഴിഞ്ഞു. ആക്ഷേപിച്ചിറക്കി വിട്ട ആൾ തിരിച്ചു വന്ന് പണ്ഡിതനെ പോലെ സംസാരിക്കുന്നത് കണ്ട് കാളിദാസന്റെ ഭാര്യ അത്ഭുതപ്പെട്ട് അസ്ഥി കച്ചിത് വാഗർഥ എന്നൊരു വാക്യം പറഞ്ഞു. അതാണ് പിന്നീട് കുമാരസംഭവം, രഘുവംശം, മേഘസന്ദേശം എന്നീ കാവ്യങ്ങൾ ആരംഭിക്കുന്നതിന് ആദ്യ വാക്കുകളായി കാളിദാസൻ ഉപയോഗിച്ചത്. കാളിദാസന്റെ മരണത്തിന് കാരണമായി എന്ന് കരുതപ്പെടുന്ന മറ്റൊരു ഐതിഹ്യം, സ്ത്രീ വിഷയത്തിൽ കുപ്രസിദ്ധനായിരുന്നു കാളിദാസൻ. അങ്ങനെ ശ്രീലങ്കയിൽ ഒരു സ്ത്രീയുടെ വേശ്യാഗ്രഹത്തിൽ കഴിഞ്ഞു വരുമ്പോൾ നവരത്നങ്ങളിലൊന്നായ കാളിദാസനെ കണ്ടെത്താൻ വിക്രമാദിത്യ മഹാരാജാവ് സമസ്യാപൂരണം ഏർപ്പെടുത്തുന്നു. സമസ്യയുടെ പൂർവാർത്ഥം എങ്ങനെയായിരുന്നു? കുസുമേ കുസുമോൽപത്തി ശ്രൂയതേ ന ദൃശ്യതേ. പൂവിനുള്ളിൽ പൂവുണ്ടാകുന്നത് ഒരിക്കലും കേട്ടിട്ടുമില്ല, ഒരിക്കലും കണ്ടിട്ടുമില്ല. ഉറക്കമുണർന്ന് കുറിമാനം കണ്ട് കാളിദാസൻ സമസ്യയുടെ പൂർവാർത്ഥം ഇങ്ങനെ പൂരിപ്പിച്ചു: ബാലേ തവ മുഖാംഭോജേ നേത്രമിന്ദീവരദ്വയം. താമര ഇതൾ പോലെ ചുവന്നു തൊടുത്ത് കരിങ്കൂവള പൂക്കൾ പോലെ കറുത്തു നീണ്ട കണ്ണിനകൾ എങ്ങനെയുണ്ടായി? കാളിദാസന്റെ മാഹാത്മ്യം അറിയാതിരുന്ന സ്ത്രീ സമസ്യാപൂരണത്തിന്റെ പാരിതോഷികങ്ങൾ കൈവശമാക്കാൻ കാളിദാസൻ രാജാവിനടുത്ത് എത്തരുതെന്നു കരുതി വിഷം കൊടുത്തു കൊന്നു എന്നും കാശി രാജാവിന്റെ മകളായ കാളിദാസന്റെ ഭാര്യയായ വിദ്വോൽമയുടെ ശാപം കൊണ്ടാണ് കാളിദാസൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മരിച്ചതെന്നും ഐതിഹ്യമുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ജ്യോതിഷത്തിലും വൈദ്യത്തിലുമൊക്കെ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന കാളിദാസൻ സംസ്കൃത ഭാഷയിലൂടെ ഭാരതീയ സാഹിത്യത്തിന് അഗാധമായ സംഭാവനകൾ നൽകി. രഘുവംശം, കുമാരസംഭവം, ഋതുസംഹാരം, മേഘദൂതം എന്നീ കാവ്യങ്ങളും മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം എന്നീ നാടകങ്ങളുമാണ് കാളിദാസന്റെ പ്രധാന കൃതികൾ. കാവ്യങ്ങളിൽ മേഘദൂതവും നാടകങ്ങളിൽ മാളവികാഗ്നിമിത്രവും കൽപ്പിത കഥകളാണ്. ബാക്കിയുള്ളവ പുരാണ കഥകളും. കാളിദാസന്റെ നാടകങ്ങളാണ് സാമാന്യ ജനങ്ങളെയും പണ്ഡിതന്മാരെയും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഏറ്റവും ജനപ്രിയമായതും ഏറ്റവും അധികം ഭാഷകളിൽ പരിഭാഷകളുള്ളതും അഭിജ്ഞാന ശാകുന്തളത്തിനാണ്. സംസ്കൃതത്തിൽ നിന്ന് മലയാള ഭാഷയിലേക്ക് ഈ നാടകം വിവർത്തനം ചെയ്ത കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അതിനാലാണ് കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത്. വിക്രമോർവശീയം മനുഷ്യകുലത്തിലെ പുരുരുവസ് രാജാവും ദേവസ്ത്രീയായ ഉർവശിയും തമ്മിലുള്ള അനുരാഗ കഥ പറയുന്ന നാടകമാണ്. ഋഗ്വേദത്തിലും പുരാണങ്ങളിലുമൊക്കെ പ്രതിപാദിക്കുന്ന കഥ കാളിദാസൻ മാറ്റങ്ങൾ വരുത്തിയാണ് നാടകമാക്കിയത്. മാളവികാഗ്നിമിത്രം ശുംഗവംശ രാജാവായ പുഷ്യമിത്രന്റെ ആദ്യപുത്രനായ അഗ്നിമിത്രൻ തന്റെ പട്ടമഹർഷിയായ ധാരിണി ദേവിയുടെ പരിചാരികയായ മാളവികയെ കണ്ട് മോഹിതനായി തീരുകയും സ്വന്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനായി നടത്തുന്ന പ്രയത്നങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് നാടകം പറയുന്നത്. പതിവ്രതയായ ധാരിണി ദേവി ഭർത്താവിൻ്റെ ആഗ്രഹം സാധിക്കാൻ മാളവികയെ സപത്നിയായി സ്വീകരിക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു. ഋതുസംഹാരം മഹാകവി കാളിദാസന്റെ ആദ്യകാല കൃതികളായി കരുതപ്പെടുന്ന ലഘുകാവ്യമാണ്.
ഈ കൃതി ലത്തീൻ, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ വിദേശ ഭാഷകളിലേക്കും ഹിന്ദി, ബംഗാളി, മലയാളം തുടങ്ങിയ ഭാരതീയ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം, വസന്തം എന്നീ 6 കാലങ്ങളെ കാമുകൻ കാമുകിക്ക് വർണ്ണിച്ചു കൊടുക്കുന്നതാണ് ഇതിവൃത്തം. ഓരോ ഋതുവിനും ഒന്നെന്ന കണക്കിൽ ഗ്രീഷ്മവർണ്ണന, വർഷവർണ്ണനം, ശരത്വർണ്ണനം, ഹേമന്തവർണ്ണനം, ശിശിരവർണ്ണനം, വസന്തവർണ്ണനം എന്നിങ്ങനെ 6 സർഗങ്ങളുണ്ട്. മേഘസന്ദേശം കാവ്യത്രയങ്ങളിലെ 2ാമത്തേതാണ്. കൃത്യവിലോപം കാണിച്ചതിന് കുബേരശാപം കിട്ടിയ യക്ഷൻ അളകാപുരിയിൽ നിന്ന് വിന്ധ്യപർവ്വതത്തിലേക്ക് നാടുകടത്തപ്പെടുന്നു. ഭാര്യയെ പിരിഞ്ഞ് സങ്കടത്തിൽ ഒഴുകി വരുന്ന മേഘക്കൂട്ടത്തെ കണ്ട് തൻ്റെ വിരഹം അവളെ അറിയിക്കണമെന്ന വർഷമേഘത്തോട് യക്ഷൻ ആവശ്യപ്പെടുന്നു. രഘുവംശം കാളിദാസ പ്രതിഭയുടെ കലാവൈഭവത്തിൻ്റെയും ലോകവിജ്ഞാനത്തിൻ്റെയും തെളിവാണ്. ദിലീപൻ മുതൽ അഗ്നിവർണ്ണൻ വരെയുള്ള 29 സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രമാണ്. ദിലീപപുത്രനായ രഘുവിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് കാവ്യത്തിന് രഘുവംശം എന്ന പേര് വന്നത്. പ്രസിദ്ധമായ ഉപമാലങ്കാരം ഇന്ദുമതി സ്വയംവരത്തിലെ സഞ്ചാരിണി ദീപശിഖേ വരാത്രോ എന്ന പ്രയോഗമാണ് ദീപശിഖ കാളിദാസൻ എന്ന സ്തുതി കവി രചിക്കാനും കാരണമായത്. സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായാണ് കുമാരസംഭവം കരുതപ്പെടുന്നത്. കൃതിയുടെ പേര് സുബ്രഹ്മണ്യ ജനനമാണെങ്കിലും ശിവപാർവതി ചരിത്രമായതുകൊണ്ട് ഒരു അപൂർണ കൃതിയാണെന്ന വാദമുണ്ട്. കാളിദാസ കൃതികൾ എന്നും കാലാതിവർത്തിയായി കാവ്യഗുണങ്ങൾ കൊണ്ടും ദർശന വൈവിധ്യങ്ങൾ കൊണ്ടും നിലനിൽക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണും വരേക്കും ജയലക്ഷ്മി സൈനിങ് ഔട്ട്.